മന്ദം ജഹാസ വൈകുണ്ഠ. ആരാണോ എവിടെയാണോ പുഞ്ചിരി തൂകുന്നത് അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ജീവിക്കും സാധിക്കില്ല. വേദകാലഘട്ടത്തിൽ പറയുന്നത്, വേദത്തിൽ പറയുന്നു, വേദത്തിൻ്റെ വിഹിതമായിട്ടുള്ള വൈദിക സംസ്കൃതി പറയുന്ന ഏറ്റവും വലിയ ദാനം മന്ദസ്മിതമാണെന്ന്. അപ്പോൾ ഈ മന്ദസ്മിതം ആരുടെ ചുണ്ടിലാണോ, മനുഷ്യൻ്റെ ചുണ്ടിൽ ഏതുള്ളൂ? എന്താണ് പറഞ്ഞത്? മന്ദം ജഹാസ വൈകുണ്ഠ. മന്ദസ്മിതം എവിടെയാണോ ഉദിക്കുന്നത് അവിടെയാണ് വൈകുണ്ഠം. വിഗത കുണ്ഠാഹ ഇതി വൈകുണ്ഠം. മനസ്സിൽ സന്തോഷം ഉദിച്ചുയർന്നതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ലളിതാ സഹസ്രനാമം. അതിൽ പറയുന്നു, മന്ദസ്മിത പ്രഭാപുര മജ്ജത്കാമേശമാനസ. മന്ദസ്മിത പ്രഭാപുര മജ്ജത്കാമേശമാനസ. പരമേശ്വരനെ പോലും വശീകരിക്കുന്ന ആ മന്ദസ്മിതം. പ്രഹസന്നിവ ഭാരത. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോലും ഭഗവാൻ ചിരിച്ചുകൊണ്ട് പ്രഹസന്നിവ ഭാരത. യുദ്ധരംഗത്ത് പോലും പുഞ്ചിരിയാണ്. അപ്പോൾ ദുഃഖ ദുരിതങ്ങളില്ലാത്ത ജീവിതമാണ് ഈ സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. ഈ സംസ്കൃതിയുടെ ഉദാത്തമായ പ്രതീകമാണ് ക്ഷേത്ര സംസ്കൃതി. ആ ക്ഷേത്ര സംസ്കൃതിയിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം, അവിടെയുള്ള ഓരോ കാര്യങ്ങളും അത്ഭുതകരമാണ്, അത്യത്ഭുതകരമാണ്. അതിനെ സയൻസുമായി കൂട്ടിയിണക്കിക്കൊണ്ട്, അൾട്രാ മോഡേൺ സയൻസിനെ കൂട്ടിയിണക്കിക്കൊണ്ട്, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രബോധത്തിലും അധിഷ്ഠിതമായിട്ട് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉൾക്കൊള്ളണം.